സ്കോട്ട്ലൻഡ് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായി തുടരും. ഹിതപരിശോധനയിൽ പങ്കെടുത്ത 55% പേരും യുകെയിൽ തുടരണം എന്ന് അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ 32 കൗൺസിലുകളിൽ 4 എണ്ണം മാത്രമാണ് സ്വാതന്ത്ര്യവാദികളെ അനുകൂലിച്ചത്. ഹിതപരിശോധനാ ഫലത്തെ സ്വാഗതം ചെയ്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ സ്കോട്ടിഷ് പാർലമെന്റിന് കൂടുതൽ അധികാരങ്ങൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചു. ഇംഗ്ലണ്ടുമായി 307 വർഷമായി തുടരുന്ന ബന്ധം അവസാനിപ്പിക്കേണ്ടതില്ലെന്ന് സ്കോട്ടിഷ് ജനത തീരുമാനിച്ചു. പ്രഥമമന്ത്രി അലക്സ് സാൽമണ്ടിന്റെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര രാഷ്ട്രവാദികളോട് 55% സ്കോട്ട്ലൻഡുകാരാണ് നോ പറഞ്ഞത്. 32 പ്രാദേശിക കൗൺസിലുകളിലായി 43 ലക്ഷം പേർ വോട്ട് രേഖപ്പെടുത്തിയ ഹിതപരിശോധനയിൽ 4 കൗൺസിലുകൾ മാത്രമാണ് സ്വതന്ത്രവാദികളെ അനുകൂലിച്ചത്. തലസ്ഥാനമായ എഡിൻബർഗ് അടക്കം 27 ഇടങ്ങളിലും ഐക്യവാദികൾ മുന്നിലെത്തി. വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ മുതൽ വ്യക്തമായ മുന്നേറ്റം നടത്തിയ ഐക്യവാദികൾ ഒരു ഘട്ടത്തിൽ പോലും പിറകിലായില്ല. വെയിൽസിലും ബ്രിട്ടനിലുമുള്ള 4 ലക്ഷത്തോളം സ്കോട്ടിഷ് പൗരന്മാർക്ക് വോട്ടവകാശം നിഷേധിക്കുകയും സ്കോട്ട്ലൻഡിലുള്ള 10 ലക്ഷം വരുന്ന ബ്രിട്ടീഷ് പൗരന്മാർക്ക് വോട്ടവകാശം നൽകുകയും ചെയ്ത ബ്രിട്ടീഷ് സർക്കാർ തീരുമാനം അന്തിമഫലത്തിൽ നിർണായകമായി. തോൽവി അംഗീകരിക്കുന്നതായി അലക്സ് സാൽമണ്ട് പ്രതികരിച്ചു. I accept that verdict of the people and I call on all of Scotland to follow suit in accepting the democratic verdict of the people of Scotland. സ്കോട്ടിഷ് ജനതയെ അഭിനന്ദിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ സ്കോട്ടിഷ് പാർലമെന്റിന് കൂടുതൽ അധികാരങ്ങൾ നൽകുമെന്നും പ്രഖ്യാപിച്ചു. And like millions of other people, I am delighted. The 3 pro-union parties have made commitments, clear commitments, on further powers for the Scottish Parliament. We will ensure that those commitments are honoured in full. ഹിതപരിശോധനാ ഫലം പുറത്തുവന്നതോടെ പൗണ്ടിന്റെ മൂല്യം 6 വർഷത്തെ ഏറ്റവും വലിയ നിലയിലെത്തി. ഇംഗ്ലണ്ട് വിഭജിക്കണമെന്നാവശ്യപ്പെട്ട് സ്വതന്ത്രവാദികൾ രംഗത്തെത്തിയതോടെയാണ് സ്കോട്ട്ലൻഡിൽ ഹിതപരിശോധന നടന്നത്. പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ അടക്കമുള്ളവർ വിഭജനാവശ്യത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് സ്കോട്ട്ലൻഡിൽ പ്രചാരണത്തിനെത്തിയിരുന്നു. സ്കോട്ട്ലൻഡിന്റെ സാമ്പത്തികാവസ്ഥ മെച്ചപ്പെടാൻ വിഭജനം അനിവാര്യമാണെന്നായിരുന്നു സ്വതന്ത്രവാദികളുടെ വാദം. ന്യൂസ് ഡെസ്ക് മീഡിയ 1. വിശകലനങ്ങൾക്കായി ശ്രീ ടി പി ശ്രീനിവാസൻ കൊച്ചിയിലുണ്ട്. ശ്രീ നവാസ് നിസാർ, ശ്രീ എം ഡി നാലപ്പാട് എന്നിവർ ടെലിഫോണിലും ഈ ചർച്ചയിൽ പങ്കുചേരും. ആദ്യം ശ്രീ ശ്രീനിവാസൻ, യുണൈറ്റഡ് ആയി തന്നെ തുടരാം എന്ന സ്കോട്ട്ലൻഡുകാരുടെ തീരുമാനത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഏതൊക്കെ വിധത്തിലാണ്? ശുഭകരം തന്നെയാണോ ഐക്യദേശത്തിന് ഒപ്പം പുറത്തുള്ള ലോകത്തിന് ഈ വാർത്ത? മറ്റു രാജ്യങ്ങൾക്കും ഇത് ശുഭകരമായ വാർത്ത തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, കാമറൂൺ പറഞ്ഞത് ഇത് ആ ഒരു മൂവ്മെന്റിന്റെ അവസാനമാണ്, നമ്മൾ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എതിർത്ത ഒന്നാമത്തെ മന്ത്രി പറഞ്ഞത് ഇതൊരു ടെമ്പററി അഫെയറാണ്, നമുക്ക് വീണ്ടും വരികയെ തന്നെ ചെയ്യും, ഇത് വീണ്ടും കൺസിഡർ ചെയ്യേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇത് അവസാനിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇങ്ങനെ ഒരു ഹിതപരിശോധന ഉണ്ടായത് തന്നെ ലോക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ എല്ലാ കാലത്തും വിശ്വസിച്ചിരുന്നതും പറഞ്ഞിരുന്നതും ഹിതപരിശോധന എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര രാജ്യത്ത് ഉണ്ടായിക്കൂടാ എന്നാണ്. ഒരു സ്വതന്ത്ര രാജ്യം രൂപപ്പെട്ടു കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ, അവർ തീരുമാനിക്കുന്ന തരത്തിലുള്ള ഒരു ഗവൺമെന്റിനെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഹിതപരിശോധനയ്ക്കുള്ള സാധ്യതകളില്ല എന്നായിരുന്നു ഇന്ത്യ പറഞ്ഞിരുന്നത്. അതിപ്പോൾ പൊതുവെ ലോകം അംഗീകരിച്ചിട്ടുണ്ട്. കാരണം സ്വതന്ത്ര രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള ഹിതപരിശോധന തുടങ്ങിയാൽ പല രാഷ്ട്രങ്ങളും വളർന്നു പോകും എന്നുള്ള ഭയം എല്ലാവർക്കും ഉണ്ടായി. സ്കോട്ട്ലൻഡിന്റെ കാര്യത്തിൽ ഇത് വളരെ നാൾ കഴിഞ്ഞതിന് ശേഷം 307 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു അഭിപ്രായം വന്നത് യഥാർത്ഥത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടും രാഷ്ട്രീയ വ്യത്യാസം കൊണ്ടുമായിരുന്നു. അതൊരു ചെറിയ മൂവ്മെൻ്റായി തുടങ്ങി പെട്ടെന്ന് വളരെ ശക്തമാവുകയാണ് ഉണ്ടായത്. പക്ഷേ ഹിതപരിശോധനയ്ക്ക് മുമ്പ് ഇതിൽ തീർച്ചയില്ലായിരുന്നു പലർക്കും. ഇത് പ്രവചിക്കാൻ കഴിയാത്ത ഒരു റിസൾട്ടായിരിക്കും വരുന്നത് എന്നാണ് സാധാരണ പലരും പറഞ്ഞിരുന്നത്, ഇന്നലെ പോലും. പക്ഷേ ഇതിൻ്റെ ചരിത്രം നോക്കിയാൽ നമുക്കറിയാം, സ്കോട്ട്ലൻഡ് ഇത് പിരിഞ്ഞു പോയാൽ തന്നെയും അവർക്ക് യൂറോപ്യൻ യൂണിയനിൽ നിൽക്കേണ്ടതായിട്ട് വരും. വലിയ വ്യത്യാസമൊന്നും അവരുടെ സാമ്പത്തിക ചരിത്രത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ളത്. പക്ഷേ ഇത് അവർ നേടിയെടുത്തിരിക്കുന്നത് ശ്രീ കാമറൂൺ പറഞ്ഞതുപോലെ അവർക്ക് കൂടുതൽ ഓട്ടോണമി, കൂടുതൽ അധികാരങ്ങൾ സ്കോട്ടിഷ് പാർലമെൻറ്റിൽ ലഭിക്കും എന്നുള്ളത് തീർച്ചയായും അവർക്കൊരു നേട്ടം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഡിവല്യൂഷൻ ഓഫ് പവർ, അധികാര വികേന്ദ്രീകരണം ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അനന്തരഫലമാകാൻ പോകുന്നത്. അങ്ങനെയുള്ള വികേന്ദ്രീകരണം ഉണ്ടാവുകയും സ്കോട്ട്ലൻഡ് മറ്റ്
UK മറ്റു ഭാഗങ്ങളുമായി ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഹിതപരിശോധന ലോകചരിത്രത്തിനും UK-ക്കും സഹായകരമായി തീരും എന്ന് നമുക്ക് വിശ്വസിക്കാം. ശ്രീ ടി പി ശ്രീനിവാസൻ, ഡീപ്ലി ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള 45% പേർ അവിടെ ഇപ്പോഴുമുണ്ട് എന്നത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ. ടൈമിൽ കാതറിൻ മേയറൊക്കെ അല്പസമയത്തിന് ശേഷം തന്നെ എഴുതിയ ലേഖനത്തിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതെല്ലാ കാലത്തേക്കും ഒരു ഭീഷണിയായി തന്നെ തുടരും എന്ന് കണക്കാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നവരുമുണ്ട്. എല്ലാ കാലത്തേക്കുമുള്ള ഒരു വിപത്തിനെ തൽക്കാലത്തേക്ക് അടിച്ചമർത്തി വെച്ചിരിക്കുന്നു എന്ന് മാത്രം ഉള്ള അവസ്ഥയാണോ ഉള്ളത്? ലോകത്തെല്ലാം വലിയ വലിയ ജനാധിപത്യ പ്രക്രിയയിൽ വലിയ വിജയം നേടുന്ന പാർട്ടികൾക്ക് പോലും പലപ്പോഴും 40%-മോ 35%-മോ വോട്ടുകൾ ലഭിക്കാറുള്ളല്ലോ. ഇപ്പൊ ഇന്ത്യയെ തന്നെ കാണുന്ന എന്താണ്, ശ്രീ മോദിയുടെ വിജയത്തെ നമ്മൾ പ്രകീർത്തിക്കുമ്പോഴും 40% കുറെ വോട്ടുകൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞ് നമ്മളതൊരു വിപ്ലവത്തിനുണ്ടാകാനുള്ള സാധ്യതകൾ നമ്മൾ പറയാറില്ലല്ലോ. സ്കോട്ട്ലൻഡ് പോലെയുള്ള ഒരു ഭാഗത്ത്, UK പോലെയുള്ള ഒരു രാജ്യത്ത് ജനാധിപത്യം വളരെയധികം ശക്തമായിരിക്കുന്ന ഒരു രാജ്യത്ത് കുറെ പേർ അതിനെതിരായി വോട്ട് ചെയ്തത് മാത്രം അതൊരു വലിയ പ്രശ്നമായി മാറുമെന്നോ അവരെല്ലാം ഈ ഗവൺമെന്റിനെതിരായിട്ടും യൂണിയനെതിരായിട്ടും പ്രവർത്തിക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു ജനാധിപത്യ പ്രക്രിയയാണ്. തീരുമാനമെടുത്തു കഴിഞ്ഞു, മെജോറിറ്റിയുടെ തീരുമാനം അംഗീകരിക്കുകയും ശക്തമായി മുന്നോട്ട് പോകാനും തന്നെ ആയിരിക്കും ഇന്ന് ഡിസപ്പോയിന്റഡ് എന്ന് പറയുന്ന വ്യക്തികൾ ഉൾപ്പെടെയുള്ളവർ. അതായിരിക്കുമല്ലോ അവരുടെ രാജ്യത്തിന്റെ പ്രാധാന്യം. പക്ഷേ ഈ ഡിവിഷൻ ഓഫ് പവറും കേന്ദ്രീകരണം നടന്നില്ലെങ്കിൽ വീണ്ടും അസമത്വങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ സ്കോട്ട്ലൻഡിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും മറ്റൊരു നേതൃത്വം കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ പിന്നെയും വന്നുവെന്ന് വരാം. അത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യാൻ പാടില്ല. പക്ഷേ ജനാധിപത്യ പ്രക്രിയയുടെ പ്രിൻസിപ്പിൾസ് നോക്കുമ്പോൾ തീർച്ചയായും അവർ അംഗീകരിക്കുന്നതാണ് എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ നവാസ് നിസാർ, ആ ഐക്യദേശത്തിന് അതിന് പുറത്തുള്ള ലോകത്തിന് ശുഭകരമായ ഒരുപാട് സംഗതികൾ ഈ നടന്നിരിക്കുന്ന ജനാധിപത്യ പ്രക്രിയയിലുണ്ട് എന്നത് ശ്രീ ടി പി ശ്രീനിവാസൻ ചൂണ്ടിക്കാണിക്കുന്നു. എതിർ ശബ്ദങ്ങൾക്ക് പോലും ഒന്നിച്ചു നിൽക്കാവുന്ന രാഷ്ട്രീയ കാലാവസ്ഥയെ സംജാതമാക്കുമെന്ന് ഇതിനകം തന്നെ രാഷ്ട്രീയ നേതൃത്വം അവിടെ ഉറപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. താങ്കളും ശുഭകരമായി തന്നെയാണോ ഈ പ്രക്രിയയെ, അതിന്റെ പരിണതിയെ കാണുന്നത്? തീർച്ചയായും അത് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. മാത്രമല്ല അതിന്റെ കൂടെ എനിക്ക് ചേർത്ത് പറയാനുള്ളത് ഈ അതായത് ബഹുസാംസ്കാരിക യൂറോപ്പിൽ അപകടത്തിൽപ്പെട്ടു വരികയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തില് ഈ സ്കോട്ടിഷ് ജനത UK-യോട് കൂടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചത് പ്രായോഗികതയ്ക്കപ്പുറം ഒരു പ്രാധാന്യം അങ്ങനെ ഒരു തീരുമാനത്തിനുണ്ട്. അതായത് യൂറോപ്പിലെ മൾട്ടികൾച്ചറലിസത്തിന്റെ ഒരു അതിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം UK-യാണ്. അവിടെ ഏഷ്യൻ മുസ്ലിംസ്, ബ്രിട്ടീഷ് മുസ്ലിംസ് എന്നറിയപ്പെടുന്ന മറ്റേ ആളുകളുണ്ട്, മറ്റു പലരും ഉണ്ട്. അപ്പൊ ഈ UK-യിൽ അടക്കമുള്ള പല ഹലോ കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാം. UK-യിൽ അടക്കമുള്ള പല രാജ്യങ്ങളിലും ഈ ബഹുസാംസ്കാരിക നമ്മുടെ ബഹുസ്വരത എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു കൺസെപ്റ്റിന് വൻ ഭീഷണി കഴിഞ്ഞ ഒരു 10-16 വർഷങ്ങളിലായി നിയോ ഫാസിസ്റ്റുകൾ ഈ ട്രെൻഡ് തുടങ്ങുന്നത് ഹോളണ്ടിൽ നിന്നാണ്. ഹോളണ്ട് മുതലാണ് ഇങ്ങോട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ ട്രെൻഡ് അതിന് ഒരു നല്ല ജനാധിപത്യപരമായ ഒരു തിരിച്ചടിയാണ് സ്കോട്ട്ലൻഡിലെ ഹിതപരിശോധനയിൽ കണ്ടത്. പറഞ്ഞു വരുന്നത് ശ്രീ നവാസ് നിസാർ, എനിക്ക് ശബ്ദം വ്യക്തമാകാത്തത് കൊണ്ടാണ് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത്. ഈ ഇന്ത്യയെ പോലുള്ള ബഹുസ്വരതയുള്ള ഒരു സംസ്കാരത്തിന്, അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള മറ്റ് വ്യത്യാസങ്ങളുള്ള ഒരുപാട് ഭാഷകളുള്ള രാജ്യങ്ങൾക്ക് എന്തുകൊണ്ട് ഒന്നിച്ചു നിൽക്കണം എന്നത് സംബന്ധിച്ച് അതിന് കാരണമാവുകയും പ്രചോദനമേകുകയും ചെയ്യുന്നതാണ് സ്കോട്ട്ലൻഡിൽ ഇപ്പോൾ നടന്ന കാര്യങ്ങൾ എന്നതിനെ വിശദീകരിക്കുകയാണ് താങ്കൾ. 100%. അതായത് അതാണ് അത് രണ്ട് വശങ്ങളാണ് ഹിതപരിശോധനയുടെ വിധിക്കുള്ളത്. ഒന്ന് പ്രായോഗിക വശം, അതായത് സ്കോട്ട്ലാൻഡ് രാജ്യമായി നിൽക്കുന്നതിന് നല്ലത് ഒരുപാട് പാരമ്പര്യമുള്ള UK-യുടെ കൂടെ തന്നെ UK-യുടെ വളരെ സചേതനമായ ഒരു ഭാഗമായി നിലനിൽക്കുക എന്നതിലാണ്. രണ്ടാമത്തത് UK-യുടെ മൾട്ടി കൾച്ചറൽ പാരമ്പര്യം അതിനെ എൻട്രി ചെയ്തുകൊണ്ട്, അതിനെ നിലനിർത്തിക്കൊണ്ട്
യൂറോപ്പിന് തന്നെ ഒരു മാതൃക, യൂറോപ്പിൽ വളർന്നു വരുന്ന നെഗറ്റീവ് പ്രവണതകൾക്ക് ഒരു മാതൃക അല്ലെങ്കിൽ ഒരു മറുമരുന്നായി നിൽക്കാൻ സാധ്യതയില്ല. അങ്ങനെ നിൽക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല, പക്ഷെ അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു വിധിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവര് സെപ്പറേറ്റിസ്റ്റുകളായിരുന്നില്ല. സത്യത്തിൽ ഹിതപരിശോധന അല്പം ബാലിശമായിരുന്നു എന്ന് പോലും എനിക്ക് തോന്നാറുണ്ട്. അതായത് ഹിതപരിശോധനയുടെ ഒരു ഇന്തോനേഷ്യയിൽ നിന്ന് തിമൂർ പോയതുപോലെയോ അല്ലെങ്കിൽ ക്രിമിയ സ്വതന്ത്രമായതുപോലെയോ ഇനി അതല്ലെങ്കിൽ ബാൾക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമായതുപോലെയുള്ള ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്, നിലനിൽപ്പിന്റെ അസ്തിത്വ പ്രതിസന്ധി ഏതായാലും സ്കോട്ട്ലാൻഡിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി 200-250 വർഷങ്ങളായിട്ട് സാഹിത്യത്തിലും സംസ്കാരത്തിലും ഒക്കെ സ്കോട്ടിഷ് ജനതയുടെ ഒരു വിഭാഗം ബ്രിട്ടനോട് റിവോൾട്ട് ചെയ്യുന്നുണ്ട്. അത് ലോയിഡ് ജോർജ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്തും ആ ഒരു പ്രവണതയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇതൊരു ഹിതപരിശോധനയിൽ എത്തിയതിന്റെ ഒരു ഗുണം സ്കോട്ട്ലാൻഡിൽ ഇപ്പൊ കാമറോൺ പ്രോമിസ് ചെയ്ത പോലെ ഒരു അധികാര വികേന്ദ്രീകരണം അല്ലെങ്കിൽ അതിന്റെ പവറിന്റെ ഒരു ഡെവല്യൂഷൻ അവർക്ക് കൊടുക്കാൻ ഒരുപക്ഷെ ബ്രിട്ടൻ തയ്യാറായിരിക്കും. ശ്രീ നവാസ് നിസാർ താങ്കൾ